നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി, 1200-ാം ആണ്ട് മകരമാസം 30-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആയില്യം നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ഇന്ന് ശുഭദിനമാണ്, ബുധനാഴ്ച. ബുധൻ എല്ലാ പ്രവൃത്തിക്കും കൊള്ളാവുന്ന ദിവസമാണ്. പക്ഷെ വന്നിരിക്കുന്ന നക്ഷത്രമോ ആയില്യം നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആയില്യം നക്ഷത്രത്തിൽ വന്നിരിക്കുകയാണ്, ബുധനാഴ്ചയാണ്. അപ്പോൾ ശരിക്ക് പ്രവൃത്തികാരകനാണ് ബുധൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ല ദിവസമാണ്. നക്ഷത്രം കൊള്ളാമെന്ന് വെച്ചാൽ നക്ഷത്രം നല്ലതല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നമുക്കൊരു 50% ശുഭ ദിവസമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് ശുഭദിവസമല്ല. അപ്പോൾ നമുക്ക് തീരെ നിർബന്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ മാറ്റിവെക്കുക. കാരണം അത് കഴിഞ്ഞാൽ നല്ല ദിവസം വരികയാണ്. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് എടുക്കാം. ശരിക്ക് ആയില്യം നക്ഷത്രം, മകരമാസത്തിലെ ആയില്യം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് തന്നിരിക്കുന്നു എന്നറിയുക. ഭാഗ്യത്തെ തരുന്ന ഒരു വർഷമാണ്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ്, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ്. നമുക്ക് നേട്ടത്തിനും ഐശ്വര്യത്തിനും വളരെ പുരോഗതിക്കുമൊക്കെ ഇടവരുന്ന ഒരു വർഷത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു വർഷത്തെ കൊണ്ടുപോകണം. കാരണം കുറേ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് ജോലിയില്ലാത്തവർക്ക് ജോലി, ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം, പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. അതുപോലെ ബിസിനസ്സിലിരിക്കുന്നവർക്ക് ബിസിനസ് കയറ്റം ഉണ്ടാവും. ഇങ്ങനെ കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും, വിദ്യാകാരകനും കൂടിയാണ് ബുധൻ. ഉപരിപഠനം, പുറത്തു പോയി പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. പ്രതീക്ഷിക്കാത്ത റിസൾട്ട് അവർക്ക് കൈവരും. ഇതിനെല്ലാം കൊള്ളാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവുകാല സമയം നോക്കി. രാവുകാലം പറഞ്ഞാൽ ഉച്ചയ്ക്കാണ്, 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരിക്ക് 12 മണിക്കല്ല രാവുകാലം തുടങ്ങുന്നത്. ശരിക്ക് 12:39 തൊട്ട് ആണ് രാവുകാലം ആരംഭിക്കുന്നത്. 2:06 വരെ രാവുകാല സമയം. ശുഭയാത്രയ്ക്ക്, ശുഭകാര്യങ്ങൾക്ക്, ശുഭയാത്രയ്ക്കൊക്കെ പോകണമെങ്കിൽ, യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ഈ സമയം ഒഴിവാക്കുക. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 11:11 തൊട്ട് 12:39 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 8:16 തൊട്ട് 9:22 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:15 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങും. 1:03 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ശരിക്ക് ഈ സമയത്ത് രാവുകാലമൊക്കെ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് ഈ സമയത്തെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബുധഭഗവാന്റെ കളറായ, ഇപ്പോൾ ബുധനെ സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച ശക്തി ഇന്നായി നിൽക്കുന്നത് ശരിക്ക് ബുധനായതുകൊണ്ട് ബുധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമുക്ക് പച്ച കളറോ പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം വസ്ത്രത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും. ഇറങ്ങുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വിജയിക്കും. നമുക്ക് ഉന്മേഷവും ഉണർവും ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.